കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് കൂർക്കയ്ക്കിട്ടുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഞാൻ വെള്ളത്തിൽ ഇട്ടായിരുന്നേ, പക്ഷെ ഞാൻ വിചാരിച്ചതായിരുന്നു അത് കല്ലെ കൊണ്ടിട്ട് ഒരച്ച് എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ വേഗം പരിപാടി കഴിഞ്ഞേനെ. എനിക്കിനി മടിയ, ഇങ്ങനെ അങ്ങ് ഉരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ചിരണ്ടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. അതാകുമ്പോൾ നിങ്ങളോട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ ചിരണ്ടുമ്പോൾ സമയം പോകുമ്പോൾ അറിയത്തില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ സമയം പോകുന്നൊന്നുമില്ല. ഇപ്പം സമയം 12:30 എങ്ങാണ്ടായെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിള്ളേരൊക്കെ സ്കൂളിൽ പോയി, അച്ചാച്ചൻ ജോലിക്കും പോയി. അതുകൊണ്ട് ഇനിയിപ്പം തിരക്ക് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പതുക്കെ ഉണ്ടാക്കാം. അപ്പം ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലെ എന്തൊരു മഴയായിരുന്നു രാവിലെയൊക്കെ. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ പോകണമെന്ന്. 11 മണിയാകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലണമായിരുന്നേ. 10 ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ 11 അവിടെ ചെല്ലത്തുള്ളേ. എന്ത് ചെയ്യാനായിട്ടാ, നല്ല മഴ. എനിക്കാണ് പിള്ളേരെയും കൂടെ കൊണ്ടുപോകണമായിരുന്നു. ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 പേർക്കും റെയിൻകോട്ട് ഇട്ടുകൊണ്ട് അങ്ങ് പോയി. ഇവിടെ മുതൽ അങ്ങ് വരെ മഴയായിരുന്നു. പിന്നെ അങ്ങ് ചെന്ന് കൊച്ചിനാണെങ്കിൽ ജാക്കറ്റ് ഒന്നും എടുക്കാണ്ടാ പോയതേ. അത് കാരണം അവൾക്ക് തണുക്കുന്നെന്ന് പറഞ്ഞു. വണ്ടിയിലല്ലേ പോകുന്നത്, കാറ്റും കൂടെ അടിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് തണുക്കുമല്ലോ. പിന്നെ അവൾക്കൊരു റെയിൻകോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. തണുപ്പായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല വലുതായിരുന്നു ആ റെയിൻകോട്ട്. എൻ്റെ റെയിൻകോട്ടായിരുന്നു. പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്, വണ്ടിയിലല്ലേ. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ ആദ്യം ചെന്നത് തുറന്നിട്ടുണ്ടായിരുന്നു. അവിടെ ജിമ്മുള്ളത് കാരണം അവിടെ തുറക്കുവേ. അങ്ങനെ തുറന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പേഷ്യൻ്റ് വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചടിയിരുന്നു, കത്തി അടിച്ചിരുന്നു. ചേച്ചിയെ കൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിച്ചു എൻ്റെ ചാനല്. ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ചേച്ചി UK-യിലാണ്. ചേച്ചി അടുത്ത 24-ാം തീയതി ചേച്ചി തിരികെ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിയോട് കുറേ മണിക്കൂറുകളൊന്നുമില്ല, കുറച്ച് നേരം ഇരുന്ന് കത്തി വെച്ചപ്പോഴത്തേക്ക് ഡോക്ടർ വന്നു. പിന്നെ ഇഞ്ചക്ഷൻ IV ഒക്കെ എടുത്തു. ഞങ്ങളിങ്ങനെ തിരിച്ചു പോയിരുന്നു. അങ്ങോട്ട് പോയപ്പോഴും മഴയായിരുന്നു, തിരിച്ചു വന്നപ്പോഴും മഴയായിരുന്നു. പിന്നെന്തുമായിരുന്നു, പിന്നെ തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ അവിടെ നിന്നൊരു ബിരിയാണി വാങ്ങിച്ചേ. നമ്മുടെ റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു ചേട്ടൻ്റെ അടുത്തു നിന്ന് ബിരിയാണി വാങ്ങിച്ചു. 90 രൂപയായിരുന്നു ബിരിയാണി ഒരെണ്ണം. അങ്ങനെ 2 ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നു. കാരണം കറക്റ്റ് 1 മണി ആകാറായായിരുന്നു സമയമേ. അങ്ങനെ അവിടുന്ന് നേരെ ഇങ്ങ് തിരിച്ചു പോരുന്നു. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. ഗ്രേവി കുറവായിരുന്നു, മുട്ടയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഗ്രേവിയും കുറവായിരുന്നു. പക്ഷെ നല്ല വലിയ 2 പീസ് ഉണ്ടായിരുന്നു. നല്ല വലിയ റൈസിൻ്റെ ഇല്ലേ, അങ്ങനത്തെ ബിരിയാണി ആയിരുന്നു കേട്ടോ. വലിയ റൈസായിരുന്നു. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങിച്ച് ഉച്ചയ്ക്ക് അതൊക്കെ കഴിച്ചങ്ങ് തകർത്ത്. പിന്നെ അവിടുത്തെ ഡീറ്റെയിൽസ്, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇടാവേ. എന്തുമായിരുന്നു ഞായറാഴ്ച ഇന്നലെ നിങ്ങൾക്ക് പരിപാടി? ഞാൻ പിന്നെ അന്ന് വീട്ടിൽ നിന്ന് പോയപ്പോൾ കൊണ്ടുവന്ന ചക്ക ഇന്നലെ വൈകിട്ടാണ് അതെല്ലാം വെട്ടി സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് നമുക്കത് വേവിക്കാം. അതൊക്കെയായിരുന്നു ഇന്നലത്തെ എൻ്റെ പരിപാടികളെ. പിന്നെ എല്ലാവരും വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പം ഞാൻ ഇന്ന് കൂർക്ക മെഴുക്കുവരട്ടി വെക്കട്ടെ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കൂർക്ക മെഴുക്കുവരട്ടി. പക്ഷെ ഇത് ചിരണ്ടെന്ന കാര്യം ഓർത്തിട്ട് മടി. നേരത്തെ കുറേ നേരം മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ അത് നമ്മുടെ ഈ കല്ലിലൊക്കെ ഇട്ട് ഉരച്ചാൽ കുറേ അതിൻ്റെ തൊലിയൊക്കെ അങ്ങ് പോവേ. അതുപോലെ തുണി കെട്ടി ഇങ്ങനെ അടിച്ചാലും കുറേ തൊലി അങ്ങ് പൊക്കോളും. തൽക്കാലം ഞാൻ ഇങ്ങനെ അങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ചിരണ്ടിയിട്ടേ. കാരണം ഒത്തിരി ഇല്ല, ഇത്തിരിയേ ഉള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്കും മതിയല്ലോ. അപ്പം അതിനുള്ളത് ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് വേഗം പരിപാടി കഴിയും എന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ അങ്ങ് ചിരണ്ട. അപ്പം പിന്നെ ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞതായിരുന്നു ഈ ഞായറാഴ്ച കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്നൊക്കെ. നടന്നില്ല, കാരണം എനിക്ക് അങ്ങോട്ട് പോകണമായിരുന്നല്ലോ. അതുകൊണ്ട് നടന്നില്ല. സോറി. ഒന്നില്ലെങ്കിൽ ഞാൻ ഇടയ്ക്കുണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ അടുത്ത ഞായറാഴ്ച ഉണ്ടാക്കാവേ. അപ്പം എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ പരിപാടികളൊക്കെ? അപ്പം ഞാനിതൊന്ന് വേഗം ഒന്ന് ഒരുക്കി ഒന്ന് സെറ്റ് ചെയ്ത് മെഴുക്കുവരട്ടി ആക്കട്ടെ.
നമ്മുടെ കൂർക്ക നല്ല കഴുകി വൃത്തിയാക്കി സെറ്റാക്കി എടുത്തേ. അതിനകത്തിട്ട് ശകലം ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് ആദ്യമേ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മഞ്ഞപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ എപ്പോഴും ചെയ്യുന്നതല്ലേ, ഇതെന്തോ കാണിക്കണമെന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്യുന്ന എല്ലാ റെസിപ്പീസും എൻ്റെ സ്വന്തം ലാബിലെ റെസിപ്പിയാണ്, ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച കാര്യം. അപ്പോൾ നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പം നമുക്ക് ആ സമയം കൊണ്ട് ഒരു സവോള 2 അല്ലി വെളുത്തുള്ളി അത് രണ്ടും കൂടെ അരിഞ്ഞ് വെച്ചേക്കാവേ. അത് വെന്ത് കഴിയുമ്പോഴത്തേക്കേ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് രണ്ടും കൂടെ ഒന്ന് ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് നമ്മുടെ കൂർക്ക കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കും. അത് വെന്ത് കഴിയുമ്പം സവോള അരിഞ്ഞതും പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ എണ്ണയ്ക്കകത്ത് കടുക് പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അതിലേക്ക് നന്നായിട്ടൊന്ന് ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറോ എന്തെങ്കിലും മുളക് പൊടി കുറച്ചിട്ടിട്ട്, കുറച്ച് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ എരിവ് ഓരോ ടൈപ്പല്ലേ, ഓരോരുത്തർക്കും ഇഷ്ടം. ചിലർക്ക് എരിവ് ഒത്തിരി ഇഷ്ടമുള്ളവരായിരിക്കും, ചിലർക്ക് എരിവിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച് ഈ കൂർക്കയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കും. സമയമുണ്ട്, തേങ്ങ ഉണ്ട് എന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തൂടെ ഇടുന്നത് നല്ല കേട്ടോ. നമ്മുടെ കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ആദ്യം ആ തേങ്ങാക്കൊത്ത് ഇടണം. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ സവോള വഴറ്റിയിട്ട് നമ്മുടെ മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഈ കൂർക്കയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ബ്രൗൺ നിറത്തിലാക്കണം. അതായത് നന്നായിട്ട് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇപ്രാവശ്യം അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അങ്ങനെ ഒന്ന് ഉണ്ടാക്കണേ. ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് പറയണം കേട്ടോ. അപ്പം നമുക്ക് സവോള ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാം. അതൊന്നും വേകട്ടെ. ആ സമയം കൊണ്ട് സവോള അരിഞ്ഞ് എടുത്ത് വെച്ചാൽ പണി എളുപ്പമായില്ലേ. ഓൾറെഡി മോരിരിപ്പുണ്ട്. ഇന്ന് രാവിലെ ഇന്ന് പിന്നെ ചോറാണ് കൊടുത്ത് വിട്ടേക്കുന്നത്. അത് കാരണം മോരും ഇരിപ്പുണ്ട്, ചമ്മന്തി ഇരിപ്പുണ്ട്. ഇതൂടെ ഉണ്ടെങ്കിൽ ഓക്കെ, ഇന്നത്തെ കാര്യം അങ്ങനെ അങ്ങ് നോക്കോളൂ. പിന്നെ വൈകിട്ട് ചക്ക വേവിക്കുവാണേ. പിന്നെ മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ട് ചക്ക വേവിക്കുന്ന കാരണം മിക്കവാറും ആരും ചോറുണ്ണത്തില്ല. ചക്കയുള്ളപ്പോൾ ആരാ ഇപ്പം ചോറുണ്ണന്നല്ലേ. നല്ല ചക്ക വേവിച്ചതും മീൻകറി, അതാണ് ഇന്ന് വൈകിട്ട്. എനിക്ക് മീൻകറി ഇഷ്ടമല്ല, മാങ്ങാച്ചാറും കൂട്ടി ചക്ക വേവിച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങാച്ചാർ ഇല്ല ഗൈസ്. ഞാൻ അച്ചാറിടാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന മാങ്ങ എൻ്റെ ചെറുക്കൻ 1 കിലോ മാങ്ങ ഉണ്ടായിരുന്നു. ഇനി 2 മാങ്ങയേ ഉള്ളൂ. 2 കുഞ്ഞു മാങ്ങ ഇരിപ്പുള്ളൂ. ബാക്കി മുഴുവൻ തീർത്ത്. എന്നും സ്കൂളിൽ പോയിട്ട് വൈകിട്ട് വന്നിട്ട് ഉപ്പും മുളകും കൂട്ടി തിന്നും. എന്ത് ചെയ്യാനാ. കാപ്പി ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുവേ. സത്യത്തിൽ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞതാ ഈ കാപ്പ് കൂടി ഒഴിവാക്കിയേ പറ്റുള്ളൂ. ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇട്ടായിരുന്നേ. ഒരു 2-3 മാസം ഭയങ്കരമായിട്ട് ബലം പിടിച്ച് ഞാൻ കാപ്പി കുടിക്കുമായിരുന്നു. കാപ്പി, മറ്റേ തേയില വെള്ളം, അങ്ങനത്തെ ഒരു സാധനങ്ങളും കുടിക്കത്തില്ല. ചായ കുടിക്കുമായിരുന്നു, എന്നാലും 2 പ്രാവശ്യം, അതായത് രാവിലെയും വൈകിട്ടും മാത്രം ചായ ആക്കി. വയറുവേദന വന്ന സമയത്ത് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് പറഞ്ഞതേ. അപ്പോൾ അങ്ങനെ പിടിച്ച് നിന്ന് ഞാൻ ഒരു 3 മാസം പിന്നെ കൈവിട്ട് പോയി. പിന്നെ ഇതുവരെ എനിക്ക് നിർത്താൻ പറ്റിയിട്ടില്ല. ആ 3 മാസത്തിൻ്റെ ഇരട്ടി ഞാനിപ്പോൾ കുടിക്കുക. ഇനി എപ്പോഴും എനിക്ക് പണി കിട്ടുന്നതെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഈ സാധനം അത്ര നല്ലതല്ല. പിന്നെ എന്ത് ചെയ്യാനോ.
എൻ്റെ ചെറുക്ക് മാങ്ങയോട് അഡിക്റ്റഡ് ആണെന്ന് പറയുന്നത് പോലെയാണ് ഞാൻ ഈ കാപ്പി ചായ അങ്ങനെയുള്ള സാധനത്തിനോട്. നിർത്തണം. വിശക്കുന്ന സമയത്തെ ഇത് ഇങ്ങനെ കാപ്പിയും കുടിച്ച് 2 ബിസ്ക്കറ്റും ഒക്കെ തിന്നു കഴിഞ്ഞ് ഞാൻ വിശപ്പൊന്ന് പോവേ, പിന്നെ ചോറുണ്ണത്തില്ല. ഇതാ എൻ്റെ കുഴപ്പം. ഈ ശീലം മാറ്റണമെന്ന് ഞാൻ ഒത്തിരി വിചാരിക്കാറുണ്ടെങ്കിലും നടക്കാറില്ല. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, വണ്ണം വെക്കത്തില്ല. ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് ഇരുന്നോളൂ. ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ്, മാജിക് പവർ ലിക്വിഡ് ഡിറ്റർജൻറ്റ്, ശ്രേയാസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ കൊണ്ടുവന്നതാണേ, കാപ്പുള്ളിയിൽ നിന്ന് വാങ്ങിച്ചാണ്. 110 രൂപ, 110 രൂപയായിരുന്നു. 3 in 1 ആണെന്നൊക്കെ പറഞ്ഞ് തന്നതാണ്. നോക്കട്ടെ, മെഷീനകത്ത് ഒഴിക്കാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതാകുമ്പം പശയുണ്ട്, പിന്നെ നമ്മുടെ സോപ്പ് പൊടിക്ക് പശയ്ക്ക് എല്ലാം കൂടി ഇതിനകത്ത് ഉൾപ്പെടുമെന്ന്, കംഫർട്ട് എല്ലാ സംഭവങ്ങളും ഇതിൽ ഉൾപ്പെടും എന്ന് പറഞ്ഞ് തന്നതാണ്. ഇത് പിന്നെ ഞാൻ ആ ചേട്ടൻ്റെ ഞാൻ നേരത്തെ ഇത് വാങ്ങിച്ചിട്ടുള്ള SIRS ഹെർബൽ റിലീഫ് ഓയിൽ എന്ന് പറഞ്ഞൊരു സംഭവം. ഓൾറെഡി ഇത് ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിന് 110 രൂപയായിരുന്നു. അല്ല, ഇതിന് 120 രൂപ. ഇത് ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം ബീച്ചിൽ പോയ സമയത്ത് അവിടെ ഇങ്ങനെ ഒരാളിങ്ങനെ കൊണ്ടുവന്ന് ഞാൻ വാങ്ങിച്ചതാണ്. നല്ല സൂപ്പർ സാധനമാണ്, നമ്മുടെ തലവേദനയ്ക്കൊക്കെ നല്ല സാധനമാണ്. ഇത് ഒരു തുള്ളി ഒഴിച്ചിട്ട് നമ്മൾ ആവി പിടിക്കുവാണെങ്കിലും നല്ലതാണ്, ജലദോഷത്തിനൊക്കെ നല്ലതാണ്. ഇത് ഞാൻ മുമ്പ് വാങ്ങിച്ച് തീർന്നു പോയായിരുന്നു. ഞാൻ ഓൺലൈൻ വഴിയൊക്കെ തപ്പി, പക്ഷേ എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഇപ്പോൾ ഈ ചേട്ടൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ വാങ്ങിച്ചേ. അപ്പോൾ ഓക്കെ, താങ്ക് യു ചേട്ടാ. നമ്മുടെ കൂർക്ക വെന്തിട്ടുണ്ട്. ചേട്ടനുമായിട്ട് അവിടെ കത്തി വെച്ചുകൊണ്ടിരുന്നപ്പം കൂർക്ക നന്നായിട്ട് അങ്ങ് വെന്ത്. അപ്പോൾ പിന്നെ ഇനിയിപ്പം നമുക്ക് നമ്മുടെ സവോളൊക്കെ അരിഞ്ഞിട്ട് അതൊക്കെ ചേർത്തിട്ട് കൂർക്ക ഉണ്ടാക്കാം. ഒരു കണക്കിന് കഷ്ടമുണ്ടല്ലേ ഇങ്ങനെ ഈ പ്രൊഡക്റ്റീവ് ആയിട്ട് പോകുന്നവരെ. എന്തുമാത്രം വെയിൽ കൊള്ളണം, എന്ത് ദൂരം നടക്കണം. എന്താണേലും പറ്റുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നവരുടെ ഇന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എണ്ണ ഒഴിച്ചു, കടുകിടാൻ പോവാം. കരിയാപ്പല വീട്ടിൽ പോയപ്പോഴത്തേക്ക് എടുത്തുകൊണ്ട് വരണമെന്ന് വിചാരിച്ചാണ് പോയത്, പക്ഷെ മറന്നുപോയി. ചക്കയൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഉള്ളതും കൊണ്ട് ഇങ്ങനെ പോയിരുന്നു. ഇനി പോകുമ്പോൾ വേണം എടുത്തുകൊണ്ട് വരാനായിട്ട്. ഇവിടെ ഒരു ചെറുത് നിപ്പുണ്ട്, പക്ഷെ അതിൽ നിന്ന് നമ്മളങ്ങനെ പറിക്കുന്ന പരുവമായില്ല. ചെറുതിലേ ഇങ്ങനെ നമ്മൾ കരിയാപ്പയിൽ നിന്ന് ഒടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ കിളുക്കാണ്ട് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ ഇപ്രാവശ്യം ഞാൻ എന്താണെങ്കിലും അതിൽ നിന്ന് ഒടിക്കത്തില്ലെന്ന് ഉറപ്പിച്ച് വെച്ചേക്കാം. മുമ്പുണ്ടായിരുന്നു, അതിൽ നിന്ന് ഒടിച്ച് കൊച്ചിലേ തന്നെ അതിൽ നിന്ന് ഒടിച്ചൊടിച്ചൊടിച്ച് അത് മുഴുവൻ ഉണങ്ങിപ്പോയി. ഇപ്രാവശ്യം അത് കാരണം ഒടിക്കത്തില്ല എന്നുള്ള വാശിയില്ല ഞാൻ. പിന്നെ അതില്ലാതെ അങ്ങ് ഉണ്ടാക്കാം. സവാളയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചതാണ്. ഞാൻ ഒരു പച്ചമുളക് കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അന്നേരം ആ പാത്രം കഴുകി വെക്കുവാണെങ്കിൽ ജോലി തീരും. ഇനിയിപ്പോൾ ജോലി തുടങ്ങാനായിട്ട് പിള്ളേരൊക്കെ വരുന്നത് വരെ സമയമുണ്ട്. നമ്മുടെ സവോളയും വെളുത്തുള്ളി ഒക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. മുളക് പൊടി ചേർക്കാവേ. ഇതിനകത്ത് കുറച്ച് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ മീറ്റ് മസാലയോ അങ്ങനത്തെ ഏതെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ ഒരു ശകലം ചേർത്താൽ നല്ല ടേസ്റ്റ് ആക്കാം.
ഗരം മസാല ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമ്മൾ ഈ മുളക് പൊടി ഇട്ടില്ലേ, ആ സമയത്ത് ചേർത്താൽ മതി. ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. ഗരം മസാലയും മുളക് പൊടിയും മാത്രം. ഓൾറെഡി നേരത്തെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും വേവിക്കാൻ നേരം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ കൂർക്കയൊക്കെ ചേർക്കാം. അതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. കാരണം ഓൾറെഡി അത് വെന്തിരിക്കുന്നതല്ലേ. വീണ്ടും അതിൻ്റെ വെള്ളം വന്നു കഴിഞ്ഞാൽ അത് അത്രയും പറ്റുന്നവരെ ഇരുന്നാൽ ഇത് ഡ്രൈ ആയിട്ട് കിട്ടത്തുമില്ല, ഓവറായിട്ട് വെന്ത് പോകും. നമുക്കിത് നന്നായിട്ട് മൊരിഞ്ഞെടുക്കട്ടെ. കൂർക്ക മെഴുക്കുവരട്ടി റെഡിയായി കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സെറ്റ്. ഇനി ഞാൻ ചോറിനട്ടെ. അപ്പം ഞാൻ എന്താ ചോറിനാൻ പോവാണേ. ചോറ്, മോര്, ചമ്മന്തി, പിന്നെ നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടി. നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പം ഞാൻ ചോറിനിട്ട് വരാം. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.